ആരോടും പറയാം ഒരാളെ കൊന്നിട്ടുള്ള പൈസ നമുക്ക് വേണ്ട. ആരാണ് സാറിന് ഈ കിരണിന്റെ കേസ് കിരണിനെ സാറിന് എങ്ങനെയാണ് ന്യായീകരിക്കാൻ തോന്നുന്നത്? ഈ കേസുകൾക്ക് ഇനിയും നിലനിൽക്കും. ഇത് ആത്മഹത്യയാണോ, ഇത് കൊലപാതകമാണോ? ഇത്രയും ചെറിയ ഒരു ടർക്കിയിൽ തൂങ്ങാൻ പറ്റുമോ? തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോഴാണോ നിലവിളിക്കേണ്ടത്, അതോ ഫസ്റ്റ് എയ്ഡ് ചെയ്യുമ്പോഴാണോ നിലവിളിക്കേണ്ടത്? കളിച്ച് ജനിച്ചു. വിസ്മയുടെ വക്കീലായിട്ടായിരുന്നു സാറിനെ വെച്ചിരുന്നത്. സാറിന്റെ യഥാർത്ഥമായിട്ടുള്ള പേരെന്ന് പറയുന്നത് ബിജു ആന്റണി ആളു. സാർ ആന്റണി സാറിന്റെ അച്ഛൻ എന്തായിരുന്നു അച്ഛന്റെ ജോലി? ഞങ്ങള് പാരമ്പര്യമായിട്ട് കൃഷിക്കാരാണ്. ചെറുപ്പകാലത്ത് ഞാനും എൻ്റെ പിതാവിനെ പോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്തിരുന്നു. അമ്മ ഈ അടുത്തിടെയാണ് മരിച്ചത്, 2017. അപ്പോ പരിപാലിച്ചിരുന്നത് നിങ്ങൾ 4 സഹോദരന്മാരും 5 സഹോദരന്മാരും ഒരു പെങ്ങളും. അവര് എന്ത് ചെയ്യുന്നവരൊക്കെ ആരും നട്ടുകൃഷിയായിട്ടുണ്ടോ? ഇല്ല, ആരും ഈ പ്രൊഫഷനിലില്ല. നാട്ടിലെ സാറിന്റെ ഫാമിലി എത്ര മക്കളുണ്ട് സാറിന്? ഞാൻ നിങ്ങളോട് പല ഇന്റർവ്യൂവിലും പറഞ്ഞതാണ്, ഐ മാരീഡ് വിത്ത് മൈ പ്രൊഫഷൻ. ഞാൻ ഇപ്പോഴും ക്രോണിക് പ്രതിഭാഗത്തിന്റെ ഭാഗം വാദിക്കുന്ന ഒരു വക്കീലായിട്ടാണ് സാറിന് അറിയപ്പെടുന്നത്. കേസ് മാത്രം എടുത്താൽ മതി, നല്ല കേസ് എടുത്ത് മാത്രം കോടതിയിൽ കേസ് നടത്തിയാൽ മതി, ഇത്തരം കേസുകൾ എന്തിനാണ് എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊരു ചെറിയ ഉദാഹരണം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ജൂനിയർമാരുമായിട്ട് ഞാൻ പങ്കുവെച്ചതാണ്. ഞാൻ പൂനെയിലെ ഒരു മർഡർ കേസ് ഏറ്റെടുത്ത്, അത് കേരളത്തിലെ ഒരു പയ്യൻ, അതിന് വയസ്സ് 17 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കേസ് എൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം ഒരു ജുവനൈലാണെന്നും ചെറിയ കുട്ടിയാണ് കൊലപാതകം ചെയ്തതെന്നും പറഞ്ഞ് 2 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയതിന് ശേഷം ആ കേസുമായി ബന്ധപ്പെട്ട് ഫീസ് തരാനായിട്ട് ആ കക്ഷി കൊല്ലത്തു നിന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഫീസ് എന്നെ ഏൽപ്പിച്ചു, വേണ്ട. അപ്പോൾ അന്നത്തെ ആറ്റിറ്റ്യൂഡ് അതായിരുന്നു. കൊലപാതകം നടത്തിയ ആളുകൾ കൊല നടത്തി പൈസ വക്കീലിന് കൊടുത്ത് പ്രതിയെ രക്ഷിക്കുന്നു, ആ പൈസയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള ചിന്താഗതി. അതിനുശേഷം സഹോദരിയും ഒരുപാട് സഹോദരന്മാരും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അവരെ ബോധ്യപ്പെടുത്തണം, ഒരു വക്കീൽ എന്ന് പറയുന്ന ആളുടെ ചുമതല അയാളുടെ അടുത്തേക്ക് നീതി യാചിച്ചു വരുന്ന വ്യക്തിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുക. അവരവിടെ യാചനയാണ് നടത്തുന്നത്. ഒരു പക്ഷെ ഇരയായിരിക്കാം, അല്ലെങ്കിൽ വേട്ടക്കാരനായിരിക്കാം. അപ്പൊ ആ യാചനയുടെ പൂർത്തീകരണമാണ് അവർക്ക് വേണ്ടി നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അമ്മ ഒരു പാഠം സാറിന് പറഞ്ഞു തന്നു. മോനെ, ഈ കൊല ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് കൂട്ടു നിൽക്കുന്ന ഈ പൈസ നമ്മൾക്ക് വാങ്ങിക്കണ്ട എന്ന് ഒരു പാഠം സാറിന് പറഞ്ഞു തന്നു. പക്ഷെ സാർ അത് ഉൾക്കൊള്ളുന്നില്ല. അല്ല, ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, ഞാൻ പഴയ കാലത്ത് ഒരു സിവിൽ കേസുമായി ബന്ധപ്പെട്ട് എൻ്റെ ഓഫീസിൽ ഒരു ചർച്ച നടക്കുകയാണ്. ഞാൻ ജൂനിയറാണ്. അപ്പോൾ എന്നെക്കാളും ജൂനിയർ ആയിട്ടുള്ള ഒരു പയ്യനോട് എൻ്റെ സീനിയർ ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മളുടെ കേസില് എതിർഭാഗത്ത് നിൽക്കുന്ന ചേച്ചിയെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഹാജരാകുന്നത് ആ വീടുടമസ്ഥന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒഴിവാക്കുമ്പോൾ ആ ജൂനിയർ ചോദിച്ചതാണ്, അയ്യോ ആ ചേച്ചി എങ്ങോട്ട് പോകും? അപ്പോൾ ആ ചേച്ചിക്ക് വീട് നഷ്ടപ്പെട്ട ചേച്ചി എങ്ങോട്ട് പോകും എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ സിവിൽ കേസ് ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരു എതിർഭാഗം ഉണ്ടാകും, എതിർഭാഗത്തിന് ഒരു ദോഷം ഉണ്ടാകും. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന വേതനം ആ ചേച്ചിയോട് നിന്ന് ഒഴിവാക്കിയത് കൊണ്ടല്ലേ എന്ന് സിവിൽ കേസിൽ പറഞ്ഞാൽ പോലും ക്രിമിനൽ കേസുകളിൽ ഒരാളെ കൊന്നിട്ടാണ് പൈസ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവർ നിയമപരമായി രക്ഷപ്പെടാനാണ് പൈസ കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ അത് രണ്ടിനും ഒരേ അർത്ഥത്തിൽ നമ്മൾ കണക്കാക്കിയാണ്. സിവിൽ കേസ് ആണെങ്കിൽ ചിലപ്പോൾ കുടിയൊഴിപ്പിക്കേണ്ടി വരും. തീർച്ചയായും. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ നഷ്ടപ്പെട്ട പ്രതി എന്ന് ആരോപിക്കുന്ന വ്യക്തിയെ ചിലപ്പോൾ രക്ഷപ്പെടുത്തേണ്ടി വരും. അത് ഇരയ്ക്ക് കിട്ടാതെ പോകുന്ന നീതിയാണ് എന്നാണ് ഈ പൊതുജനങ്ങളും അല്ലെങ്കിൽ സമൂഹവും അതിനെ വിമർശിക്കുന്നത്. അപ്പോൾ ഇരയ്ക്ക് നീതി കിട്ടപ്പെടാതിരിക്കണമെങ്കിൽ അതിനുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാകണം. ആ സർക്കാർ സംവിധാനങ്ങൾ ശക്തമാകുമ്പോൾ പ്രതിഭാഗത്ത് വരുന്ന അഭിഭാഷകരെ താങ്കൾ പറയുന്നത് പോലെ നിയമപരമായിട്ട് അവരുടെ തെളിവുകളും കാര്യങ്ങളൊക്കെ ശേഖരിച്ചു കൊണ്ട് നിർത്താൻ സാധിക്കണം. ആദ്യം സൗമ്യ കേസിൽ സാറോട് കൊമ്പമീശ ഉണ്ടായി. തീർച്ചയായിട്ടും. പിന്നെ ആ കൊമ്പമീശ മാറ്റിയത് ഞാനൊരു സൗമ്യനാണ് എന്ന് ജനത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അർത്ഥമില്ല, അത് ഓരോ കാലഘട്ടങ്ങൾ മാറുന്നു. നിങ്ങൾ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അന്ന് കാലത്ത് ആ ഒരു അപ്പിയറൻസ് അങ്ങനെയായിരുന്നു. പിന്നെ ഓരോ വർഷവും നമ്മൾ വയസ്സ് കൂടി പോകുന്ന അപ്പിയറൻസ് കുറയുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്ന്
നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ താങ്കൾ പറയുന്ന ഒരു കാര്യം ശരിയാണ്. കോടതികൾക്കുള്ളിൽ നമ്മൾ ആ ഒരു അപ്പിയറൻസിൽ ഒരു പക്ഷേ കോടതിയിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഈ സാക്ഷികൾ അതുപോലെയുള്ള മറ്റുള്ള വ്യക്തികളൊക്കെ കോടതിയിൽ വരുമ്പോൾ ഒരു പക്ഷേ അവരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് ഉണ്ടാകും. അത് ശരിയാണ്. ഇപ്പോൾ സാറ് വിവാദമായി നിൽക്കുന്നത് വിസ്മയ കേസിൽ സാർ കിരണിന്റെ ഭാഗം വാദിക്കുന്നത് കൊണ്ടാണ്. ആരാണ് സാറിന് ഈ കിരണിന്റെ കേസ് ഏൽപ്പിച്ചത്? അതോ സാറിന്റെ ആൾക്കാർ അവിടെ പോയി അങ്ങനെയല്ല എടുത്തതാണോ? ഇത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് സംഭവിക്കുമ്പോൾ ഒരു പ്രതി ആയി ആരെങ്കിലും ആരോപിക്കപ്പെടുമ്പോൾ ഒന്നുകിൽ പ്രതി നേരിട്ടോ അല്ലെങ്കിൽ പ്രതിയുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഏതെങ്കിലും ഒരു അഭിഭാഷകനെ ബന്ധപ്പെടുന്നു. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ ഈ പ്രതിയുടെ പിതാവ് അദ്ദേഹം ഞാനുമായിട്ട് ബന്ധപ്പെട്ടു. ഇവിടെ മരുമകൻ ഒരു അഭിഭാഷകനെ കണ്ടെത്തുന്നു. ആ വ്യക്തിയുമായിട്ട് സംസാരിച്ച് കീഴടങ്ങുന്നു. അതിനുശേഷം മെൻസ് അസോസിയേഷനുമായി അവർ സംസാരിക്കുന്നു. മെൻസ് അസോസിയേഷൻ ഞാനുമായി ബന്ധപ്പെടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരേ ഒരു ഞാൻ തീർച്ചയായിട്ടും ഇയാൾക്ക് വേണ്ടി ഹാജരാകും. ഇപ്പൊ വിവാദമായ കേസ് ജനങ്ങളിൽ വികാരമായി ഏറ്റെടുത്തിരിക്കുന്നതാണ് വിസ്മയ കേസ്. ഈ കേസിൽ കിരണിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ തോന്നുന്നത്? ഇവിടെ രണ്ട് തരത്തിലാണ് ന്യായീകരണം. സാധാരണ ഒരു കേസ് നടത്തുമ്പോൾ രണ്ട് തരത്തിൽ ഡിഫൻസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെ കിരണ് രണ്ട് തരത്തിലാണ് ന്യായീകരിക്കേണ്ടത്. രണ്ട്, ഇങ്ങനെ ഒരു കുറ്റകൃത്യം പോലും ചെയ്യാതെ കുട്ടി സ്വമനസ ഒരു ആത്മഹത്യ നടത്തി ആ കുറ്റം ഈ കിരണിൽ ആരോപിക്കുന്നതാണ്. അപ്പൊ ആരോപിക്കുന്നതാണെങ്കിൽ ആ കേസിൽ നമുക്ക് കുറച്ച് പണിപ്പെടേണ്ടി വരും. അതല്ല സ്വമേധയാ ഇങ്ങനെയുള്ള കേസ് അന്വേഷിച്ചു കിരണെതിരെ ആരോപണങ്ങൾ കൊണ്ടുവരുന്നു, ആ കേസിൽ നമുക്ക് അധികം കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ല. കാരണം അത് ഗ്രാജുവൽ ആയിട്ട് പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആരോപണങ്ങൾ ഈ പറയുന്ന പ്രതിയെ ശിക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ആരോപണങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു. ഈ ആരോപണങ്ങളുടെ പൂർണ്ണത വരുത്തുന്നതിന് വേണ്ടി ഇവർ ട്രൈ ചെയ്യും. അതിനുള്ള ഫാബ്രിക്കേറ്റഡ് ആയ എവിഡൻസ് കൊണ്ടുവരും. അപ്പോൾ അത് നമുക്ക് പൊളിച്ചടക്കേണ്ടത് കുറച്ച് ശ്രമകരമായ ജോലിയാണ്. എന്നാൽ നോർമൽ കോഴ്സിൽ കൊണ്ടുവരുന്ന ആരോപണങ്ങൾ അത് തെളിയിക്കാൻ ഒരുപക്ഷെ പ്രോസിക്യൂഷന് കഴിയില്ല. ഇവിടെ പ്രധാനമായിട്ടും കൊണ്ടുവരേണ്ട ആരോപണം ഒന്ന്, ഇത് ഒരു ഡോറി ഡെത്താണ്. ഈ പറയുന്ന ഡോറി ഡിമാൻഡ് ചെയ്തത് കൊണ്ട് മാത്രം, സ്ത്രീധനം മാത്രം ആവശ്യപ്പെട്ടത് കൊണ്ട് നടത്തിയ ഒരു കൊലയാണോ, അതോ സ്ത്രീധനം ആവശ്യപ്പെട്ട് സ്ഥിരമായി പീഡിപ്പിച്ചതുകൊണ്ട് ഈ കുട്ടി പോയി മരിച്ചതിന് ശേഷം എടുത്ത കേസാണ്? ഇത് രണ്ടും രണ്ടാണ്. അത് ഞാൻ വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയിൽ കൊടുത്ത ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട്. ഡോറി ഡെത്തും അബറ്റ്മെന്റ് സൂയിസൈഡും ഇത് രണ്ടും രണ്ടാണ്. ഒരു വ്യക്തിയെ ഒരു പക്ഷേ അബറ്റ് ചെയ്യാം, സൂയിസൈഡ് ചെയ്യുന്നതിന് ഒരു പക്ഷേ ഉപദ്രവിക്കാം. ആ ഉപദ്രവം സൂയിസൈഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മരിക്കുന്നതിന് കാരണമാകാം. അല്ലെങ്കിൽ ഈ സംഭവ ദിവസം ഒരുപാട് ഉപദ്രവിച്ച് ആ ഉപദ്രവം കൊണ്ട് ആള് മരണപ്പെടണം. തൂങ്ങി മരിക്കുകയല്ല വേണ്ടത്, ഉപദ്രവം കൊണ്ട് ആള് മരണപ്പെടണം. ഒന്നുകിൽ തീ കൊളുത്തി കൊല്ലുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുക, നമ്മളൊക്കെ പറയുന്നത് പോലെ അബദ്ധവശാലെ ചവിട്ടുക, അല്ലെങ്കിൽ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ചവിട്ടുക പ്രധാനപ്പെട്ട ഏതെങ്കിലും ഭാഗത്ത്, മർമ്മസ്ഥാനത്ത്. അങ്ങനെയൊക്കെ അതേ ദിവസം ആണ് രാത്രി മരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന മരണം സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് ശാരീരികമായ പീഡനങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന 304B നിലനിൽക്കുകയുള്ളൂ. ആ കാരണങ്ങൾ കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ നമ്മൾ അപേക്ഷ കൊടുത്തിരിക്കുന്നത്. 304B നിലനിൽക്കുന്നില്ല. 306 വകുപ്പാണ് ചാർത്തേണ്ടത്. കാരണം FIR വായിച്ചു നോക്കിയാൽ ഒരു പ്രതിഭാഗം അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് 306 വകുപ്പ് ചുമത്തേണ്ട കേസായിരുന്നു. അത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്നുള്ളത് ചാർജ് ഷീറ്റ് വന്നതിന് ശേഷം പറയേണ്ട കാര്യമാണ്. ഇന്ന് പോലീസ് ചെയ്യേണ്ടത് അതായിരുന്നു. അത് ചെയ്യാത്തത് കൊണ്ട് അത് പോലീസിന് ഒരു പക്ഷേ മുന്നോട്ടുള്ള യാത്രയിൽ അതൊരു പ്രഹരമായി മാറുമെന്ന് വിശ്വസിക്കുന്ന അഭിഭാഷകനാണ്. ഇന്ന് സാർ ഹൈക്കോടതിയിൽ 304B ക്യാൻസൽ ചെയ്യാനും അന്വേഷണം സ്റ്റേ ചെയ്യാനുമായിട്ടാണ് കൊടുത്തിരുന്നത്. എന്താണ് അതിന്റെ 26-ാം തീയതിക്കാണ് കേസ് മാറ്റി വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു സ്റ്റേ കിട്ടണമെന്ന് നമുക്ക് നിർബന്ധമുള്ളത് കൊണ്ട് നമ്മൾ അപേക്ഷ കൊടുത്ത് വീണ്ടും കേസ് എടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സ്റ്റേക്ക് നമ്മൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പിന്നെ സാധാരണ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയമങ്ങളും നിയന്ത്രണങ്ങളും അനുസരിച്ച് അന്വേഷണം നടത്തുന്ന ഒരു കേസിൽ സ്റ്റേ ചിലപ്പോൾ ഒരു പക്ഷെ കിട്ടിയില്ല എന്ന് വരാം. എന്നിരുന്നാൽ തന്നെ 304B നിലനിൽക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളായതുകൊണ്ടും അങ്ങനെയുള്ള ഡിഫൻസ് ലോയർ ആയതുകൊണ്ടും
പ്രതി ഇങ്ങനെയുള്ള ഒരു കേസിൽ കുറ്റവാളിയാകാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളതുകൊണ്ട്, കാരണം ഈ പറയുന്ന വിസ്മയ എന്ന് പറയുന്ന കുട്ടി മരിച്ചത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നത് കൊണ്ട് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പ്രതിക്ക് ജാമ്യം ലഭിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള രീതിയിൽ നിയമപരമായിട്ടുള്ള സംരക്ഷണം പ്രതിക്ക് കൊടുക്കാനായിട്ട് എന്റെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായതുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്ന് മാത്രം. കല്യാണം കഴിച്ചിട്ട് ഈ 15 മാസം ആ കുട്ടി അനുഭവിച്ച പീഡനങ്ങൾ ഓരോന്നോരോന്നായിട്ട് കൃത്യമായി വ്യക്തമായ സ്ഥിതി, ഇതെല്ലാം സ്ത്രീധനമായി കൊടുത്തൊരു ധാരണയെ ചൊല്ലിയും അവരുടെ സ്വന്തത്തിന്റെ കുറവിനെ ചൊല്ലിയും ഒക്കെ ആയ സ്ഥിതി അത് സ്ത്രീധന പീഡനമല്ല എന്ന് നമ്മൾ വീണ്ടും പറയുന്നതിനകത്ത് അർത്ഥം അല്ല. സ്ത്രീധന പീഡനം എന്ന് പറയുന്നതും സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട മരണം എന്ന് പറയുന്നത് രണ്ടാണ്. 498A എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന കുറ്റമാണ്. അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തി ഒരാളെ കാല് തല്ലി ഒടിച്ചുവെങ്കിൽ അതിന്റെ വകുപ്പുകൾ കൂട്ടിച്ചേർക്കും. അപ്പോൾ ശാരീരികമായ മാനസികമായ പീഡനം ഉണ്ടാകും. അതാണ് ഈ പറയുന്നത് സ്ത്രീ പീഡനം എന്ന് പറയുന്നത്. സ്ത്രീ പീഡനത്തിന്റെ ഒരു അടുത്ത പടിയാണ് ആ പീഡനം കൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ അതിന് അബറ്റ്മെന്റ് ടു സൂയിസൈഡ്, അങ്ങനെയുള്ള ആത്മഹത്യ ചെയ്താൽ പ്രേരിപ്പിച്ചു. മൂന്നാമത്തെ ഘട്ടമാണ് ഈ പറയുന്ന രീതിയിലെ ഡൗറിയിലെത്തെന്ന് പറയുന്നത്. അത് ഈ പറയുന്ന സംഭവത്തിന് തൊട്ടു മുമ്പ് ഉപദ്രവിക്കണമെന്ന് മാത്രം. അതിന്റെ ഏറ്റവും അവസാനമായ ഒരു അന്വേഷണ രീതിയാണ് ഇതൊന്നുമല്ല കൽപ്പിച്ചു കൂട്ടി കരുതിക്കൂട്ടി പ്രതി ചെയ്ത കൊലപാതകമാണ്. അപ്പോൾ ഈ 4 തലത്തിലേക്കും ഇത് പോകാം. അപ്പോൾ താങ്കൾ പറയുന്ന പോലെ സ്ത്രീ പീഡനം എന്ന് പറയുന്നത് ഒരു പക്ഷെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിനെ നമ്മൾ കണ്ടെത്തേണ്ടത് 2/1/2021 ഒരു സംഭവം ഉണ്ടാകുന്നു, ഒരു പരാതിയും കൊടുക്കുന്നില്ല, എല്ലാം ഒത്തുതീരുന്നു എന്ന് പറയുന്നു, പരാതി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടില്ല. 29/5 വീണ്ടും ഒരു സംഭവം നടക്കുന്നു, അതിനും പരാതിയില്ല. അപ്പോൾ ഈ പരാതി ഉണ്ടെങ്കിൽ മാത്രമല്ലേ താങ്കൾ ഇപ്പോൾ ആരോപിക്കുന്ന സ്ത്രീധന പീഡനം എന്ന് പറയുന്ന ആ സംഗതി പോലും പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഈ കേസുകൾക്ക് ഇനി നിലനിൽപ്പില്ല, ഇനി ആ കേസുകൾ എടുക്കാൻ പാടില്ല, അതിനൊരു കാലപരിധിയുണ്ടോ? കേസുകൾ എടുക്കാൻ പാടില്ല. 498A എടുക്കുന്നത് കൊണ്ട് കാലപരിധി ഒന്നുമില്ല. പക്ഷേ അതിപ്പോൾ ഓൾറെഡി പോലീസ് എടുത്തു കഴിഞ്ഞു. ഇവിടെ ഗൗരവമുള്ള കുറ്റം എന്താണ്? ഡൗറിക്ക് വേണ്ടി, സ്ത്രീധനത്തിന് വേണ്ടി ഒരാളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴുള്ള കേസിന്റെ സ്കോപ്പ് അതാണ്. അപ്പോൾ അതിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്തുന്നത്? പ്രതിക്കെതിരെ കുറ്റം തെളിയില്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ അപേക്ഷ കൊടുക്കണം, കേസ് തെളിയിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഈ കേസ് സാർ കുറെ പഠിച്ചു. അപ്പോൾ പഠിച്ച സ്ഥിതിക്ക് ഇത് ആത്മഹത്യയാണോ ഇത് കൊലപാതകമാണോ എന്നാണ് സാറിന് ചോദ്യം. ഇതില് ഒരു കാര്യം വ്യക്തമാണ്. മെഡിക്കൽ ഓഫീസർ പോലീസിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഇത് ആത്മഹത്യയുടെ പാടുകളാണ് അവരുടെ പ്രഥമ ദൃഷ്ട്യ കാണുന്നത്. 2, പരാതി കൊടുക്കുന്ന ഈ വിസ്മയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ മകളെ ശാരീരികമായി മാനസികമായി ഉപദ്രവിച്ചതിലുള്ള വിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്തതായി, മരണപ്പെട്ടു, അങ്ങനെയും മൊഴി കൊടുത്തു. അപ്പൊ ഈ 2 കാരണങ്ങൾ കൊണ്ട് ഇത് ആത്മഹത്യ ആണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കും. അങ്ങനെ ആത്മഹത്യ ആണെങ്കിൽ അതിനെ പ്രേരിപ്പിച്ചോ എന്നും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ മറ്റെല്ലാ മാർഗത്തിലൂടെ മരണപ്പെട്ടു എന്നുമാണ് പോലീസ് അന്വേഷിച്ചത്. തീർച്ചയായിട്ടും ടർക്കി ടവൽ ഉപയോഗിച്ച് തൂങ്ങിച്ചാകുകയായിരുന്നോ ഷാൾ ഉപയോഗിച്ച് തൂങ്ങിച്ചാകുകയായിരുന്നു? അതിനെ കുറിച്ചാണ് ഞാൻ എന്റെ കക്ഷിയുടെ പിതാവുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. എല്ലാവരും ടർക്കി ടവൽ അല്ലെങ്കിൽ ഷാള് എന്ന് പറയുമ്പോൾ ആളുകളുടെ ഇടയിൽ ഒരു സംശയമുണ്ട്. എന്താണ് ഇത്രയും ചെറിയ ഒരു ടർക്കിയിൽ തൂങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ ചെറിയ ഷോളിൽ തൂങ്ങാൻ പറ്റുമോ? ഇത് ടർക്കിയുമല്ല ഷോളുമല്ല, അതിന് ഇടയിൽ കട്ടിയുള്ള നീളമുള്ള ഒരു ഷോളിനോളം അത്ര നീളമുള്ള വലിയ ഒരു തോർത്ത് എന്ന് നമുക്ക് പറയാം. കുറച്ചുകൂടി കട്ടിയുള്ള ഒരു 1.5-2 മീറ്ററോളം നീളമുള്ള തോർത്താണ്. 1 മീറ്റർ 40 സെന്റിമീറ്റർ പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിൽ കുരുക്ക് മുറുക്കി ജനലിൽ കെട്ടി തൂങ്ങി മരിക്കാവുന്ന രീതിയിലുള്ള ഒരു ആത്മഹത്യയാണ് എന്നാണ് ഇതിനെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഒരുപാട് സയന്റിഫിക് വിദഗ്ധരെ, ഡോക്ടർ ഷെർലി വാസു അടക്കമുള്ള സയന്റിഫിക് വിദഗ്ധരെ നമ്മുടെ ബ്രെയിനും അതുപോലെ തലയ്ക്കുമുള്ള 2.5-3 കിലോ തൂക്കം വരുന്ന തൂക്കം മാത്രം മതി ഒരാളുടെ കഴുത്ത് മുറുകി മരിക്കുന്നതിന് എന്നാണ് ഒപ്പീനിയൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒപ്പീനിയൻ ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു പക്ഷെ പറയേണ്ടിയിരിക്കുന്നു, ഇത് ഒരു ആത്മഹത്യ ആകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം ഇതാണ്,
ഒരു പക്ഷെ കഴുത്ത് ഞെരിച്ച് കൊന്ന് കെട്ടിത്തൂക്കിക്കൂടെയെന്ന്. ഈ പറയുന്ന സംഭവ ദിവസത്തിന്റെ തലേ ദിവസം യാതൊരു വഴക്കുണ്ടായിട്ടില്ല എന്നും സുഖമായിട്ടാണ് ഇവർ കിടന്നുറങ്ങിയത് എന്നും പ്രതി മൊഴി കൊടുത്തിട്ടുണ്ട്. അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് ഇത് ഒരു കൊലപാതകമല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. അല്ല, പിതാവ് തന്നെ പറയുന്നുണ്ട് രാത്രി 2:30 അവര് അവിടുത്തെ ബഹളം ഉണ്ടായിരുന്നു. ഇദ്ദേഹം അവിടെ കയറി ചെന്ന് അവരോട് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഇറങ്ങി വന്നു. എന്നിട്ടും അവിടെ കരച്ചിലുണ്ടായിരുന്നു എന്ന് പിതാവ് പറയുന്നു. അത് കേരളീയത്തിന് തന്നിരിക്കുന്ന ഇന്റർവ്യൂവിനകത്ത് കൃത്യമായി ഉണ്ട്. അതുകൂടാതെ ഞങ്ങളോട് പറയുന്നത് 3 മടക്കാവുന്ന ഒരു ഷാളാണ് ഉപയോഗിച്ചതെന്നാണ്. അത് ജഡം മറവ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ എടുത്ത ഇന്റർവ്യൂ ആണ്. ആദ്യം ഞങ്ങൾ എടുത്ത് പിന്നെ അദ്ദേഹം തന്നെ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അത് ടവലാക്കി തന്നെ പുള്ളി മാറ്റി. പക്ഷെ ഞങ്ങളുടെ ഇന്റർവ്യൂവില് അത് 3 മടക്കായി ഇടാവുന്ന ഷാളാണ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും രണ്ട് മൊഴി പുള്ളി കൊടുത്തിട്ടുണ്ട്. പോലീസ് ഈ പറയുന്ന ഷോൾ പോലെയുള്ള ടവൽ ബന്ദോബസ്തിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാണാവുന്ന കാര്യമാണ്. 2, ബഹളമുണ്ടായാലും ഒരു കുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കൽ രണ്ടാണ്. ചെറിയ കാര്യങ്ങൾക്ക് ഒരു ബഹളം ഉണ്ടായിട്ടുണ്ടായിരിക്കാം, പിതാവ് പോയി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ പറയുന്ന പ്രതി വ്യക്തമായിട്ട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുമായിട്ട് യാതൊരു ഈ പറയുന്ന ശാരീരിക ഉപദ്രവം ഒന്നും ഉണ്ടായിട്ടില്ല. അത് പോലീസിന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെ ശാരീരിക ഉപദ്രവം ഉണ്ടായതായിട്ട് വേറൊരു തെളിവുകളും അവിടെയില്ല. ഇൻക്വസ്റ്റിനകത്ത് യാതൊരു തരത്തിലുള്ള ബാഹ്യമായ മുറിവുകൾ ശരീരത്തിൽ ഇല്ല. ആ കാരണങ്ങൾ കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക്, ഒരു ആത്മഹത്യയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. കിരണിന്റെ അച്ഛൻ പറയുന്നു, ഞാൻ ഓടിച്ചില്ല, കിരണിന്റെ നിലവിളി കിട്ടു, ഞാൻ ഓടിച്ചു ചെന്നപ്പോ ഇദ്ദേഹം കട്ടിലിൽ കിടത്തി ഫസ്റ്റ് എയ്ഡ് ചെയ്യുകയാണ്. അപ്പൊ ഈ ഇദ്ദേഹം നിലവിളിച്ചത് തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോഴാണോ നിലവിളിക്കേണ്ടത്, അതോ ഫസ്റ്റ് എയ്ഡ് ചെയ്യുമ്പോഴാണോ നിലവിളിക്കേണ്ടത്? അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഒരു ഫാമിലി ലൈഫില് ഒരു റൂമിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, ഈ 304B കേസ് വരാനുള്ള കാരണം അതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 7 വർഷത്തിനുള്ളിൽ, കല്യാണം കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ നടക്കുന്ന മരണത്തെയാണ് 304Bയിൽ കൊണ്ടുവരുന്നത്. അതെന്തുകൊണ്ട് കൊണ്ടുവരുന്നു? ഈ പറയുന്ന മരണം കാണുവാനായിട്ട് അവിടെ ദൃക്സാക്ഷികൾ ഉണ്ടാകില്ല. ഇത് ഫാമിലിയുടെ ഒരു ബെഡ്റൂമിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ബെഡ്റൂമിലെ ഒരു പക്ഷേ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഈ പ്രതി തന്റെ ഭാര്യയെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി താങ്കൾ പറയുന്നത് പോലെയുള്ള ഒരു ആത്മഹത്യാ ശ്രമമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായ കേസിൽ കുടുങ്ങാതിരിക്കാനെങ്കിലും ഒരു പക്ഷെ പ്രതി രക്ഷിക്കില്ലേ? അപ്പോൾ കേസിൽ കുടുങ്ങാതിരിക്കാൻ തന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് പ്രതിയുടെ ഒരാവശ്യമാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ട്, മരിച്ചു പോകുന്നത് കൊണ്ട് കേസിൽ പെടാതിരിക്കാൻ വേണ്ടി ഈ 2 കാരണങ്ങളുണ്ട്. അപ്പോൾ രക്ഷിച്ചെടുക്കുക അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ജീവൻ നിലനിർത്തുക എന്നുള്ളത് ഒരു പ്രതിയുടെ ആവശ്യമാണ്. ആ ഒരു കാര്യമാണ് വീടിന്റെ ഉള്ളിലെ, റൂമിന്റെ ഉള്ളിൽ നടന്നത്. അങ്ങനെ രക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ളപ്പോഴാണ് ആള് ഈ പറയുന്ന പ്രതി ഉറക്കെ മേളം വയ്ക്കുന്നതും വീട്ടിലെ താഴത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക് മാതാവും പിതാവും ചെല്ലുന്നു. അവർ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് കാണുന്നു. പിന്നെ മനസ്സിലാക്കുന്നു ജീവൻ നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് സുഹൃത്തിനെയോ റിലേറ്റീവിനെയോ വിളിക്കുന്നു, നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഇതാണ് സംഭവിച്ചത്. 64 കിലോ ഉണ്ട് വിസ്മയ. ഈ 64 കിലോ ഉള്ള ആളിനെ ഒറ്റയ്ക്ക് കിരൺ തന്നെ അഴിച്ച് കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തി അഴയുന്ന ഇദ്ദേഹം വരുന്ന സമയം കൊണ്ട് ഇദ്ദേഹം ഈ 66 കിലോ കെട്ടഴിച്ച് ചുമന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു എന്ന് പറയുമ്പോൾ അതിനകത്തൊക്കെ ഒരു ദുരൂഹതയാണ്. ഇവിടെയാണ് ഞാൻ താങ്കളോട് വിയോജിക്കുന്നത്. ഈ ഒരു ചോദ്യം താങ്കൾ ചോദിച്ചത് പൊതുജനങ്ങൾക്ക് വേണ്ടി വളരെ നല്ലതായി. ഈ പറയുന്ന തൂക്കമുള്ള കുട്ടിയെ ഇറക്കി താഴത്തേക്ക് കൊണ്ടുവരാൻ ഒരു പക്ഷേ കിരൺ പാടുപെട്ടു. അതുപോലെ ഈ കുട്ടിയെ കെട്ടിത്തൂക്കാനും പാടുപെടില്ലേ? ഈ ചോദ്യം തിരിച്ചായാൽ ഇത്രയും തൂക്കമുള്ള ഒരു കുട്ടിയെ എങ്ങനെ കൊന്നതിന് ശേഷം കെട്ടിത്തൂക്കി എന്നും ചോദിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരർത്ഥത്തിൽ പ്രതിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവിക്കില്ല. സ്വയം ഒരാൾ മരിക്കുകയാണെങ്കിൽ അയാളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി തൂക്കിയെടുത്തു കൊണ്ടുവരാൻ എളുപ്പമാണ്. മറിച്ച് ഒരാളെ കൊന്നതിന് ശേഷം കെട്ടിത്തൂക്കാൻ ഈ പറയുന്ന എളുപ്പം ഉണ്ടാകില്ല. ഇപ്പൊ കെട്ടി തൂക്കിയിട്ടുണ്ട് എന്നുള്ളതിന് ഉറപ്പില്ല, ആരും കണ്ടില്ല. ഈ തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടില്ല. അതായത് കഴുത്ത് ഞെരിച്ചത് മാത്രമേ ഉള്ളൂ, കൊണ്ട് കെട്ടിയിട്ട് തൂക്കിയില്ല എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന ടവലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവിടെ തന്നെ കിടന്നിരുന്നു. അതാണ് പോലീസ് ബന്ദോബസ്ത് എടുത്തത്.
അപ്പോൾ തൂങ്ങി മരിച്ചു എന്ന് പറയുന്നതിന്റെ വ്യക്തത തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടിട്ടില്ല എങ്കിലേ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ആരോപിക്കുന്നത്? കൊലപാതകമാണ് എന്ന് ആരോപിക്കുന്ന ഏതർത്ഥത്തിലാണ്? പൊതുജനങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരും പോലീസും ഇവരുടെ വീട്ടുകാരും ആരോപിക്കുന്നത് ഇത് കൊലപാതകമാണെന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതാണെന്നോ ആരോപിക്കുന്നത് എന്തുകൊണ്ടാണോ? സത്യം ആർക്കും അറിയില്ല. അറിയുന്ന വ്യക്തികൾ അത് വ്യക്തമായിട്ട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു കൺക്ലൂഷൻ ആയിരിക്കും ഇനി പോലീസ് മുന്നോട്ട് പോകുന്ന അന്വേഷണം. ഇനി വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, ഇദ്ദേഹം അന്ന് മദ്യലഹരിയിലായിരുന്നു. മദ്യം കഴിച്ചു എന്ന് പോലീസിനെ സംബന്ധിച്ചു. ഇവര് തമ്മിൽ വഴക്കുണ്ടായി, വല്ലാതെ കരയിലുണ്ടായി. അപ്പോ കഴുത്ത് എനിക്ക് മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞ് ചെയ്തപ്പോ, ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തപ്പോ, അത് മദ്യലഹരിയിലായിരുന്നത് കൊണ്ട് ആള് മരണപ്പെട്ടു പോയതാകാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അത് കെട്ടിത്തൂക്കാതെ അവിടെ തന്നെ ഇട്ടിട്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്ന സമയത്തായിരിക്കുമോ അച്ഛനും അമ്മയും കയറി വന്നിട്ടുണ്ടാവുക? അങ്ങനെ താങ്കൾ ഊഹിക്കുകയാണെങ്കിൽ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിൽ കൈയിന്റെ പാടുകൾ അവിടെ ഉണ്ടാകണം. കൈയിന്റെ യാതൊരു പാടും ഈ കഴുത്തില് ഇനി നെക്കിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ലഗേജ് മാർക്കുമില്ല. ഇവിടെ ആകെയുള്ളത് തൂങ്ങി എന്ന് പറയുന്ന രീതിയിലുള്ള മാർക്കുകളാണ്. അതുകൊണ്ട് ഒരിക്കലും കഴുത്ത് ഞെരിച്ചു കൊന്നു എന്ന് പറയാൻ അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടാൻ പോലീസിനോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്കോ സാധിക്കും. ഈ കേസിൽ കിരണിനെ രക്ഷിച്ചെടുക്കാം എന്ന ആത്മവിശ്വാസം ആടൂർ എന്ന വക്കീലിനുണ്ട്. ഞാൻ ഇപ്പോൾ ആ ആത്മവിശ്വാസം പറയുന്നത് ശരിയല്ല. കാരണം കുറ്റപത്രം വന്നതിന് ശേഷമാണ് ഈ കേസിന്റെ യഥാർത്ഥ ചിത്രം വെളിവാകുകയുള്ളൂ. അപ്പൊ അതിനുശേഷം തീർച്ചയായിട്ടും താങ്കൾ എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനുത്തരം നൽകുന്നതായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ അന്വേഷണവും ഇപ്പോഴത്തെ തെളിവെടുപ്പും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തില് ഈ പറയുന്ന രീതിയിൽ ആരോപിക്കുന്ന കുറ്റങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിരണിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട് അത് ഒരു കണ്ണീരിന്റെ അല്ലെങ്കിൽ രക്തത്തിന്റെ നനവുള്ളതാണ് എന്ന് തോന്നാറുണ്ട്. അങ്ങനെ രക്തത്തിന് നനവുള്ള കണ്ണീരിന് നനവുള്ള പൈസയാണ് ഏതൊരു കക്ഷിയും നമ്മളെ ഏൽപ്പിക്കുന്നതെങ്കിൽ ഈ വക്കീൽ വഴി ചെയ്യാനേ സാധിക്കില്ല. തിരിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അയാളുടെ ജീവന്റെ വിലയാണ് ഒരുപക്ഷെ ഓരോ തൊഴിൽ അഭിഭാഷകനും കൊടുക്കുന്ന ഫീസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം തന്റെ ജീവൻ ഒരു പക്ഷേ ആ കേസ് നടത്തുന്ന അഭിഭാഷകന്റെ കയ്യിലാണ്. ആ അഭിഭാഷകൻ എങ്ങനെ കേസ് നടത്തുന്നു, എങ്ങനെ തന്റെ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുന്നു, അത് ആ അഭിഭാഷകനുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാന